നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധത്തെ തുടർന്ന് ഇസ്രയേലിൽ നിന്ന് ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയ 3 സ്ത്രീകളിൽ 2 പേർക്കെതിരെ ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി കുറ്റകൃത്യങ്ങൾ ചുമത്തി. കൌസർ അഹമ്മദ്, മകൾ സൈനബ് അഹമ്മദ് എന്നിവർക്കെതിരെയാണ് അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയത്. ഇവർക്കൊപ്പം മടങ്ങിയെത്തിയ ജനായ് സഫർ എന്ന സ്ത്രീക്കെതിരെ ഭീകര സംഘടനയിൽ ചേർന്നതിനും നിരോധിത മേഖലയിൽ തങ്ങിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. കൌസർ അഹമ്മദും മകളും 2014 കുടുംബത്തോടൊപ്പം സിറിയയിലേക്ക് പോയത്. സിറിയയിൽ വെച്ച് $10,000 നൽകി ഒരു യുവതിയെ അടിമയായി വാങ്ങിയെന്നും സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ചെന്നുമാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഇവർക്ക് 25 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ന്യൂ സൌത്ത് വെയിൽസിലെ ഫാരൻ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോളിൻ ഹാൻസിന്റെ വൺ നേഷൻ പാർട്ടി അട്ടിമറി വിജയം നേടി. ചരിത്രത്തിൽ ആദ്യമായാണ് ഈ പാർട്ടി പ്രതിനിധി സഭയിൽ ഒരു സീറ്റ് നേടുന്നത്. വൺ നേഷൻ സ്ഥാനാർത്ഥിയായ ഡേവിഡ് ഹാഡ്ലിയാണ് ലിബറൽ പാർട്ടിയുടെ കോട്ട തകർത്തത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ വൺ നേഷൻ പാർട്ടി വ്യക്തമായ ലീഡ് നിലനിർത്തിയത്. പ്രാദേശിക പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളുമാണ് ലിബറൽ പാർട്ടിക്ക് തിരിച്ചടിയായതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ വിജയം ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നാണ് ഉറപ്പ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് എ പ്യുവർ ആയുർവേദിക് ഓയിൽ കോൾഡ് രുദ്രകാന്തി ഓയിൽ. ഗ്ലോ കിട്ടും, നമുക്കൊരു റിജുവിനേറ്റിംഗ് ഫീൽ ഉണ്ടാവും. ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വ്യത്യാസമുണ്ട്, നല്ല ഡിഫറൻസ് എനിക്കുണ്ട്. 4 ദിവസം കൊണ്ട് അത് മാറി. ഫേസിന് ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അത്ര ഒരു ഗംഭീരമായിട്ടോ ഇതൊരു പാവൻ ഡോക്ടർ ഉണ്ടാക്കുന്നത്, ഡോക്ടർ ലക്ഷ്മി. പൊതുജന സുരക്ഷ മുൻനിർത്തി ന്യൂ സൌത്ത് വെയിൽസ് സർക്കാർ തോക്ക് നിയമങ്ങളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തുവാൻ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം ബോണ്ടായിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കർശന നടപടി. തോക്ക് ലൈസൻസിന്റെ കാലാവധി നിലവിലുള്ള 5 വർഷത്തിൽ നിന്ന് 2 വർഷമായി കുറയ്ക്കും. ലൈസൻസ് പുതുക്കുന്ന സമയത്ത് കൃത്യമായ മാനസികാരോഗ്യ പരിശോധനയും സുരക്ഷാ ക്ലിയറൻസും നിർബന്ധമാക്കും. സെമി ഓട്ടോമാറ്റിക് ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നവർക്കെതിരെയുള്ള പിഴയും ശിക്ഷയും വർദ്ധിപ്പിക്കുവാനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്തു. ഹെനാവാനസ് ബർഗ് സ്ഥിരീകരിച്ച വിദേശ വിനോദസഞ്ചാര കപ്പലിൽ കുടുങ്ങിയ 4 ഓസ്ട്രേലിയൻ പൌരന്മാരെയും ഒരു സ്ഥിര താമസക്കാരെയും അടിയന്തരമായി നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ ഓസ്ട്രേലിയൻ സർക്കാർ ആരംഭിച്ചു. സ്പെയിനിന്റെ അധീനതയിലുള്ള കാനറി ദ്വീപുകളിലേക്ക് നീങ്ങുന്ന ഡച്ച് പതാകയുള്ള കപ്പൽ നാളെ പ്രാദേശിക സമയം ഉച്ചയോടെ ടെനറിഫ് തീരത്ത് അടുക്കും. കപ്പൽ എത്തുന്നതോടെ യാത്രക്കാരെ പൂർണ്ണമായും സുരക്ഷിതമായ ഐസൊലേഷൻ മേഖലയിലേക്ക് മാറ്റുമെന്ന് സ്പെയിൻ എമർജൻസി സർവീസ് മേധാവി വെർജീനിയ ബാർക്കോൺസ് വ്യക്തമാക്കി. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് യാത്രക്കാർക്ക് ദ്വീപിൽ തങ്ങുവാനോ സാധാരണ വിമാനങ്ങളിൽ യാത്ര ചെയ്യുവാനോ അനുമതിയില്ലാത്തതിനാലാണ് അതത് രാജ്യങ്ങൾ നേരിട്ട് ഇവരെ ഒഴിപ്പിക്കുന്നത്. നിലവിൽ കപ്പലിലുള്ള ഓസ്ട്രേലിയൻ യാത്രക്കാർക്ക് ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. എന്നിരുന്നാലും തിരികെ എത്തുന്നവർക്കായി കർശനമായ ക്വാറന്റൈൻ നിയമങ്ങളും ആരോഗ്യ പരിശോധനകളും ഏർപ്പെടുത്തുമെന്ന് ഓസ്ട്രേലിയൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറിയിച്ചു. ഓസ്ട്രേലിയയുടെ ദേശീയ ശാസ്ത്ര ഏജൻസിയായ CSIRO 350ഓളം തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. അടുത്ത 4 വർഷത്തേക്ക് ഫെഡറൽ ഗവൺമെന്റ് $387.4 ദശലക്ഷം അധിക ഫണ്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ശാസ്ത്ര മേഖലയോടുള്ള സർക്കാരിന്റെ വലിയ പ്രതിബദ്ധതയാണ് ഈ ഫണ്ട് വർധനവ് സൂചിപ്പിക്കുന്നതെന്ന് CSIRO ചീഫ് എക്സിക്യൂട്ടീവ് ഡഗ് ഹിൽട്ടൺ പറഞ്ഞു. എന്നാൽ സംഘടനയുടെ ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കുന്നതിന് കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ച ഈ പിരിച്ചുവിടൽ നടപടികൾ അനിവാര്യമാണെന്ന് ഏജൻസി വ്യക്തമാക്കി. പ്രതിവർഷം ലഭിക്കുന്ന ഏകദേശം $100 കോടി പുറമെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വൻതുക. ബ്രിസ്ബെയിനിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനിടെയുണ്ടായ അശ്രദ്ധയെ തുടർന്ന് വൻ തീപിടുത്തം. സിറ്റിയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയായ ഷെർവുഡിൽ ഉച്ചയ്ക്ക് 1:30ഓടെയാണ് അപകടമുണ്ടായത്. ബാൽക്കണിയിൽ വെച്ചിരുന്ന ബാർബിക്യൂ ഓണാക്കി മറന്നുപോയതാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് ക്വീൻസ്ലാൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആളിപ്പടർന്ന തീയിൽ 2 നില വീട് പൂർണ്ണമായും കത്തിനശിച്ചു. വൻ സ്ഫോടന ശബ്ദം കേട്ടതായും ആൾക്ക് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നത് കണ്ടുവെന്നും അയൽവാസികൾ പറഞ്ഞു. അഗ്നിശമന സേനാംഗങ്ങൾ 1 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വീടിനുള്ളിൽ കുടുങ്ങിയ ഒരു പൂച്ചയെ സുരക്ഷിതമായി രക്ഷിക്കാനായെങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി അധികൃതർ വ്യക്തമാക്കി.
എവിടെ വരുന്നത് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരിനാണെങ്കിലും മണിപ്പൂരിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ചെറുകിട ബിസിനസ് മേഖലയ്ക്കും നിർമ്മാണ തൊഴിലാളികൾക്കും വലിയ ആശ്വാസം പകരുന്ന പ്രഖ്യാപനവുമായി ട്രഷറർ ജിം ചാൽമേഴ്സ്. ചെറുകിട സംരംഭകർക്ക് അവർ വാങ്ങുന്ന $20,000 വരെയുള്ള ഉപകരണങ്ങൾക്ക് നികുതി ഇളവ് അനുവദിക്കുന്ന ഇൻസ്റ്റന്റ് അസറ്റ് ടാക്സ് റൈറ്റ് ഓഫ് പദ്ധതി ഇനി മുതൽ സ്ഥിര സംവിധാനമായി തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചു. വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായാണ് നിർണായകമായി പ്രഖ്യാപനം നടത്തിയത്. ജൂൺ 30 അവസാനിക്കാനിരുന്ന ഈ ഇളവ് നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ വെറും $1,000 ചുരുങ്ങുമായിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തോടെ ചെറുകിട വ്യാപാരികൾക്ക് ഓരോ സാമ്പത്തിക വർഷാവസാനവും പുതിയതോ പഴയതോ ആയ ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും മേൽ ഈ ആനുകൂല്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താം. കേരള മുഖ്യമന്ത്രി ആരെന്നറിയുവാൻ ഇനിയും കാത്തിരിക്കണം. വിഷയത്തിൽ അന്തിമ തീരുമാനം ആയില്ല. ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. നേതാക്കളുമായി കൂട്ടമായും ഒറ്റയ്ക്ക് ചർച്ചകൾ നടത്തിയെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. കേരളത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ കോൺഗ്രസ് സംസ്കാരമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഓപ്ഷൻസ് കുറവാണ്. ആര് പറഞ്ഞു? ചേട്ടന്റെ മോൾക്ക് ഏത് തരത്തിലുള്ള ചെക്കനെ വേണ്ടത്? സ്വദേശം, വിദേശം, ഓസ്ട്രേലിയ, UK, കാനഡ, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇറ്റലി, ജർമ്മനി, മലേഷ്യ, മാൾട്ട, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ്. അങ്ങനെ അവരുടെ സേവനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവ്. എന്തൊക്കെയായാലും എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഫ്രീഡം റെസ്പെക്ട് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓഷ്യാനിയ മാട്രിമോണി ഉണ്ടോ? പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ തോമസ് കല്യാണത്തിന് വിളിക്കാം. ഓഷ്യാനിയ മാട്രിമോണി, കണക്ടിംഗ് ഹാർട്ട്സ്, ക്രിയേറ്റിംഗ് ഫോറെവർ. തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി KPCC. ചെമ്പഴന്തി അനിൽ ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ് നൽകിയത്. INTUC നേതാവ് പ്രതാപനും കൈമനം പ്രഭാകരനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. കൃത്യമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കർശന നിർദ്ദേശം. പശ്ചിമബംഗാളിലെ ആദ്യ BJP സർക്കാർ അധികാരമേറ്റു. മുഖ്യമന്ത്രിയായി സുവേന്ദാധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. ദിലീപ് ഘോഷും അഗ്നിമിത്ര പോളും അടക്കം 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. NDAയുടെ ശക്തി പ്രകടനമായി ചടങ്ങ് മാറി. ഇന്നലെ നടന്ന IPL മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ലഭിച്ചത് മികച്ച ടോട്ടൽ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസ് നേടി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. ഗിൽ 44 പന്തിൽ 3 സിക്സറും 9 ഫോറും അടക്കം 84 റൺസ് നേടി. സുദർശൻ 36 പന്തിൽ 2 സിക്സറും 6 ഫോറും അടക്കം 56 റൺസ് നേടി. 20 പന്തിൽ 37 റൺസ് നേടി വാഷിംഗ്ടൺ സുന്ദറും മികച്ച സംഭാവന നൽകി. രാജസ്ഥാന് വേണ്ടി ബ്രിജേഷ് ശർമ്മ 2 വിക്കറ്റ് നേടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.